ഹലോ ഗായ്സ്, അമ്മൂസ് ടോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. രാവിലെ കോഴി കൂവിയപ്പോൾ അമ്മ ഉണർന്നു. അച്ഛൻ ഇപ്പോഴും നല്ല ഉറക്കമാണ്. മുടി വാരി ചുറ്റി അവൾ അടുക്കളയിലേക്ക് നടന്നു. റീനയുടെ മുറിയുടെ മുന്നിൽ എത്തിയപ്പോൾ വെറുതെ ഒന്ന് കാതു കൂർപ്പിച്ചു. ചില ദിവസം അതിരാവിലെ തന്നെ ഫോണിൽ കത്തിവെക്കുന്നത് കേൾക്കാം. ആരോടാണ് എന്ന് ചോദിച്ചാൽ കൂട്ടുകാരിയോടാണ് എന്ന് പറയും. പക്ഷേ സംസാരത്തിൻ്റെ ടോൺ കേൾക്കുമ്പോൾ അറിയാം മറുവശത്ത് ഏതോ ആൺകുട്ടിയാണെന്ന്. അമ്മ കൂടുതലൊന്നും ചോദിക്കാറില്ല. ചോദിച്ചാലും പറയില്ല എന്നറിയാം. അടയ്ക്ക മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരം ആയാൽ എന്ത് ചെയ്യാനാണ്? ഇന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. വാതിലിൽ മെല്ലെ ഒന്ന് തള്ളി നോക്കി. വാതിൽ തുറന്നു. ഈ പെണ്ണിനോട് എന്നും പറയുന്നതാ കുറ്റിയിട്ടേ കിടക്കാവൂ എന്ന്. വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അമ്മ അറിയാതെ പറഞ്ഞുപോയി, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. എല്ലാം കാണിച്ചാണ് കിടപ്പ്. മൊബൈൽ ഫോൺ അടുത്ത് തന്നെ കിടപ്പുണ്ട്. സിനിമയോ മറ്റോ കണ്ട് കിടന്നുറങ്ങിപ്പോയതാണ്. സ്വപ്നം കണ്ട് ഉള്ള അവളുടെ ഉറക്കം കണ്ടപ്പോൾ അമ്മയ്ക്ക് വിളിക്കാൻ തോന്നിയില്ല. ഇപ്പോഴല്ലേ എങ്ങനെ ഉറങ്ങാൻ പറ്റൂ? ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒന്നുറങ്ങാൻ കൊതിക്കും. വാതിലടച്ചിട്ട് അമ്മ അടുക്കളയിലേക്ക് നടന്നു. കിച്ചുവിൻ്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അമ്മ നിന്നു. അവൻ വാതിൽ കുറ്റിയിട്ടേ കിടക്കൂ എന്ന് അവൾക്കറിയാം. റീനയേക്കാൾ 2 വയസ്സ് കൂടുതലുണ്ട് കിച്ചുവിന്. അവൻ ഇപ്പോഴും ക്രിക്കറ്റും ഷോർട്ട് ഫിലിമും ഒക്കെയായി നടക്കാണ്. ജീവിതത്തെപ്പറ്റി സീരിയസ് ആയിട്ട് ഇപ്പോഴും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. റൈഡറാണ് എന്നൊരു അഹങ്കാരവും അവനുണ്ട്. അടുക്കളയിൽ എത്തിയപ്പോഴേക്കും അവളുടെ മനസ്സിൽ 100,000 ചിന്തകളാണ്. മിട്ടുപൂച്ച കുറുകിക്കൊണ്ട് അവളുടെ പിന്നാലെ നടന്നു. അല്പം പാലെടുത്ത് അവൾക്ക് കൊടുത്തിട്ട് ചായയ്ക്കുള്ള വെള്ളം വെച്ചു. കിച്ചു മെല്ലെ ഉറക്കം തെളിഞ്ഞു. ആദ്യം മൊബൈലെടുത്ത് സമയം നോക്കി, പിന്നെ ഡേറ്റ് നോക്കി, പിന്നെ ഒരു സ്റ്റാറ്റസ് ഇട്ടു. അവൻ്റെ അടിപൊളി റൈഡിങ് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെയുണ്ട്. അത് കണ്ട് ഫാനായി മാറിയ കുറേ സുന്ദരികളുമുണ്ട്. അവരുടെ എല്ലാം ഒരേ ഒരു പ്രത്യേകത, നല്ലൊരു കാറ്റടിച്ചാൽ പറന്നു എന്നുള്ളതാണ്. അവരെല്ലാം സ്ലിം ബ്യൂട്ടികളാണ്. റൈഡിങ് ഗിയേഴ്സിന് എല്ലാം ധരിച്ച് അവനെ കാണുമ്പോഴാണ് സുന്ദരികൾക്ക് ആവേശം. അവൻ മെല്ലെ എഴുന്നേറ്റു. തുത്തുരു തുത്തുരു തൂ തുമ്പി എന്ന പാട്ടും മൂളി വാതിൽ തുറന്നു. നേരെ ചെന്ന് അനിയത്തി പെണ്ണിൻ്റെ വാതിൽ തട്ടി. വാതിൽ മലർക്കെ തുറന്നു. ഇപ്പോഴും അവൾക്കൊരു മാറ്റവുമില്ല. ലോകാത്ഭുതങ്ങളാണ് കണി കണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ കാൽ വെള്ളയിൽ ഇക്കിളിയാക്കി അവളെ ഉണർത്തി. അവൾ ചാടി എഴുന്നേറ്റു. പാവാട താഴ്ത്തിയിട്ടിട്ട് അവൾ നാളത്തോടെ ചേട്ടനെ നോക്കി. ചേട്ടനെ വാതിലിൽ ഒന്ന് മുട്ടിയിട്ട് കയറി വന്നാൽ എന്താ? അവൾ ചോദിച്ചു. അതിലൊരു ത്രില്ലില്ല, അവൻ പറഞ്ഞു. ചേട്ടനും അനിയത്തിയും കൂടി കലവിലെ സംസാരിച്ച് അടുക്കളയിലേക്ക് വരുന്ന കണ്ടപ്പോൾ അമ്മ മനസ്സിൽ പറഞ്ഞു, ഈ സ്നേഹം എന്നും കണ്ടാൽ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ. അടുക്കളയിലെ പലഹാര പാത്രങ്ങൾ തുറന്ന് പരിശോധിക്കുന്നതാണ് രണ്ടിൻ്റെയും അടുത്ത പരിപാടി. രണ്ട് പല്ല് പോലും തേക്കാതെ കറുമുറാന്ന് എന്തൊക്കെയോ തിന്നുന്നുണ്ട്. അച്ഛന് കിട്ടുന്ന കോട്ട എവിടെയാണ് ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് അവൻ കുറേ ദിവസമായി പരിശോധിക്കുന്നുണ്ട്. അമ്മയോട് ചോദിച്ചപ്പോൾ കൈ മലർത്തി. കുപ്പി എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അമ്മയ്ക്കറിയാം, പറയാത്തതാണ്. കൂട്ടുകാരൊക്കെ അവനോട് പറയും, നിന്റെ അച്ഛന് എല്ലാ മാസവും കുപ്പി കിട്ടുന്നതല്ലേ, ഒരെണ്ണം പൊക്കിക്കൊണ്ട് വാടാ എന്ന്. കമ്പനി കൂടുമ്പോൾ ഒക്കെ ഷെയർ ഇട്ടാണ് കുപ്പി വാങ്ങുന്നതോ ഏറ്റവും വില കുറഞ്ഞ ചാത്തനായിട്ടും. എന്താടാ രാവിലെ വലിയ ആലോചന? റീന ചോദിച്ചു. എടി, അച്ഛൻ എവിടെയാണ് കുപ്പി ഒളിപ്പിച്ച് വെക്കുന്നത് എന്ന് നിനക്കറിയാമോ? അവൻ അവളുടെ ചെവിയിൽ ചോദിച്ചു. ചേട്ടൻ കുടിയും തുടങ്ങിയോ? അമ്പരപ്പോടെ അവൾ ചോദിച്ചു. പോടി, ഞങ്ങൾ കമ്പനി കൂടുമ്പോൾ പേരിന് അല്പം കഴിക്കും, അത്രയേ ഉള്ളൂ, അവൻ പറഞ്ഞു. റീനയ്ക്ക് വിശ്വാസം വന്നില്ല. കുപ്പി കട്ടെടുത്താൽ അച്ഛൻ അറിയില്ലേ? അവൾ ചോദിച്ചു. കുറച്ച് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, അറിയില്ല, അവൻ പറഞ്ഞു. എനിക്ക് ഡയറി മിൽക്ക് മേടിച്ചു തരാമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു തരാം, അവൾ പറഞ്ഞു. അവൻ സമ്മതിച്ചു. അവൻ രാവിലെ തന്നെ ഡ്യൂക്കുമായി ഇറങ്ങി. ഇനി വൈകുന്നേരം നോക്കിയാൽ മതി. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടയ്ക്കിടെ ഓരോന്ന് പോസ്റ്റ് ചെയ്യും. അവൻ ജീവനോടെ ഉണ്ട് എന്നതിന് അതാണ് തെളിവ്. ഉച്ച കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു പെണ്ണിൻ്റെ കൂടെ ഒരു റൈഡിങ് വീഡിയോ യൂട്യൂബ് ഷോർട്സിൽ വന്നു. റീന അത് അമ്മയെ കാണിച്ചു. ഈ പെണ്ണിനെ ഒന്ന് ചോദിക്കാനും പറയാനും ആരുമില്ലേ? അമ്മ ചോദിച്ചു. എൻ്റെ അമ്മേ, ഇപ്പം യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ചെയ്താലും കാശ് കിട്ടും. ചേട്ടന് നല്ല കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കിളികൾ ചുറ്റും പറന്ന് നടക്കുന്നത്, കുസൃതി ചിരിയോടെ അവൾ പറഞ്ഞു. അവൾ രാവിലെ മുതൽ അച്ഛൻ കുപ്പി എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്.
അത് കണ്ടുപിടിച്ചിട്ട് വേണം വിലപേശാൻ. ഡയറി മിൽക്കിൽ ഒന്നും ഒതുങ്ങില്ല. കുറേ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒരു 500 രൂപയെങ്കിലും മേടിച്ചെടുക്കണം. ഒടുവിൽ അവൾ നിധി ശേഖരം കണ്ടുപിടിച്ചു. ചേട്ടൻ വന്നപ്പോൾ അവൾ പറഞ്ഞു, ഡയറി മിൽക്ക് മാത്രം പോരാ, ഒരു 500 രൂപയും കൂടി വേണം. ഒടുവിൽ വിലപേശി 250 ഉറപ്പിച്ചു. അവൾ അച്ഛൻ്റെ കുപ്പികളുടെ ശേഖരം അവനെ കാണിച്ചു കൊടുത്തു. അടിപൊളി, അവൻ പറഞ്ഞു. 2 കുപ്പി പൊട്ടിച്ചിട്ട് ഉണ്ട്. അവൻ അതെടുത്ത് രുചിച്ച് നോക്കി. സൂപ്പർ, അവൻ പറഞ്ഞു. എൻ്റെ 250, റീന ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കിട്ടിയപ്പോൾ അവൾക്ക് സമാധാനമായി. 2 കുപ്പിയിൽ നിന്നും അവൻ പപ്പാതി എടുത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചു വെച്ചു. അപ്പോൾ തന്നെ അവൻ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, നാളത്തെ ചെലവ് എൻ്റെ വക. പക്ഷേ കുപ്പി അവനെ കൊതിപ്പിച്ചു കൊണ്ടിരുന്നു. അത്താഴം കഴിഞ്ഞപ്പോൾ ഒരു ചെറുത് അകത്താക്കി. എന്നുമുള്ള പതിവ് അവൻ തെറ്റിച്ചില്ല. നേരെ റീനയുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ പതിവ് പോലെ എല്ലാം കാണിച്ചാണ് അവളുടെ ഉറക്കം. മനസ്സിന് നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ ഹൃദയം താളത്തിൽ ഇടിക്കാൻ തുടങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ രഹസ്യങ്ങൾ തേടി. അവൾ സ്വപ്നത്തിൽ എന്ന പോലെ കണ്ണു തുറന്നു. പിന്നെ അത്ഭുതത്തോടെ അവനെ നോക്കി. അവനെ തടയാൻ അവൾക്ക് തോന്നിയില്ല. ചിലപ്പോഴൊക്കെ അവൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ എല്ലാം സ്വന്തമാക്കി. പിന്നെ അവൻ ഉറങ്ങിപ്പോയി. അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴും അവൻ നല്ല ഉറക്കമാണ്. അവൾ സോഫയിൽ കിടന്നുറങ്ങി. പതിവ് പോലെ അമ്മ വന്നപ്പോൾ റീനയുടെ സ്ഥാനത്ത് കിച്ചുവിനെ കണ്ട് ഞെട്ടി. ഇവൻ എന്താണ് ഇവിടെ? കൗതുകത്തോടെ അമ്മ ചോദിച്ചു. OTTയിൽ പുതിയൊരു പടം കണ്ടു കിടന്നതാണ്, പാവം ഉറങ്ങിപ്പോയി, അവൾ പറഞ്ഞു. അമ്മ അത് വിശ്വസിച്ച് അടുക്കളയിലേക്ക് പോയി. ഉണർന്നപ്പോൾ അവനൊരു അന്തവും കുന്തവുമില്ല. ഒന്നും ഓർമ്മയില്ല. അവളുടെ ടെൻഷനെല്ലാം മാറി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ആ നിമിഷങ്ങൾ തൻ്റെ മെമ്മറിയിൽ മാത്രമല്ലേ ഉള്ളൂ. അവൾ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഓക്കെ, ബൈ.